അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. സ്റ്റോറിയുടെ പേര് ഇതാണ്, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അതായത് വളരെ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ വിത്ത് എനോർമസ് വിങ്സ്, അതായത് വലിയ ചിറകുകളോട് കൂടിയ, അതായത് വളരെ വലിപ്പമുള്ള ചിറകുകളോട് കൂടിയ വളരെ പ്രായമായ ഒരു വൃദ്ധൻ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഥ എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗ്രാസിയ മാർക്കോസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ഓക്കെ, ഇനി നമ്മൾ കഥയിലേക്ക് പോവുകയാണ്. ദ ലൈറ്റ് വാസ് വീക്ക്. ലൈറ്റ് വാസ് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈവൺ അറ്റ് നൂൺ, അതായത് നൂൺ അതായത് ഉച്ച സമയമായിരുന്നു, എന്നിട്ടും എന്താണ് നൂൺ എന്ന് വെച്ചാൽ ഉച്ച സമയമായിരുന്നു, എന്നിട്ടും ലൈറ്റ് വാസ് വീക്ക്, അതായത് പ്രകാശം വളരെ മങ്ങിയതായിരുന്നു, അല്ലെങ്കിൽ വെളിച്ചം വളരെ ബലമില്ലാത്ത ദുർബലമായിരുന്നു. വെൻ പേലിയോ വാസ് ബാക്ക് ടു ദ ഹൗസ്, എന്താണ്? പെലായോ ബാക്ക് ടു വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, അതായത് പെലായോ എന്ന് പറയുന്ന വ്യക്തി കമ്മിങ് ബാക്ക് തിരികെ വരുന്നു, ടു ദ ഹൗസ് വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ, ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റെയർ ഓഫ് ദ കൺട്രി യാർഡ്. ആ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് പറ്റിയത്? ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ, അദ്ദേഹത്തിന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്താണ്? ടു സീ, കാണുവാനായിട്ട്. എന്ത്? വാട്ട് വാസ് മൂവിങ്, എന്തോ ഒന്ന് അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, എന്താണ് അത് ചെയ്തുകൊണ്ടിരുന്നത്? അത് നിരങ്ങുകയും, എന്താണ് ചെയ്യുക? വാട്ട് വാസ് മൂവിങ്, ചലിക്കുകയും നിരങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഇൻ ദ റെയർ ഓഫ് ദ കൺട്രി യാർഡ്, അതായത് റെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള മുറ്റത്തിന്റെ സൈഡിൽ എന്തോ ചലിച്ചുകൊണ്ടിരിക്കുന്നതും നിരങ്ങിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള മുറ്റത്ത് എന്തോ എന്താണ് ചെയ്യുന്നത്? അനങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് എന്താണ് എന്ന് കാണുവാനായിട്ട്. ഓക്കെ, ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അദ്ദേഹത്തിന് എന്താ പറ്റിയത്? വളരെ അടുത്തേക്ക് ചെല്ലേണ്ടതായിട്ട് വന്നു. ഹി ഹാഡ് ടു ഗോ, അദ്ദേഹത്തിന് പോകേണ്ടതായിട്ട് വന്നു. വെരി ക്ലോസ്, വളരെ അടുത്ത്. ടു സീ, കാണുവാനായിട്ട്. ദാറ്റ്, അത്. ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ, അത് ഒരു പ്രായം ചെന്ന മനുഷ്യനാണെന്ന് അറിയുവാനായിട്ട്. എ വെരി ഓൾഡ് മാൻ, വളരെയധികം പ്രായം ചെന്ന ഒരു വൃദ്ധനായിരുന്നു. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ മനുഷ്യൻ എങ്ങനെയാണ് കിടന്നുകൊണ്ടിരുന്നത്? ലൈയിങ്, കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ, മുഖം ഡൗൺ ഇൻ ദ മഡ്, മുഖം എവിടേക്കാണ്? മഡിലേക്ക്, ചെളിയിലേക്ക് കമിഴ്ന്നു കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചെളിയിൽ മുഖം താഴ്ത്തിക്കൊണ്ട് ആ മനുഷ്യൻ കമന്ന് കിടക്കുകയായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫോർട്ട്, ഇൻസ്പൈറ്റ് ഓഫ്, എത്രയൊക്കെ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടും, ഇൻസ്പൈറ്റ് ഓഫ് എന്നിരുന്നാലും, അതായത് എന്തോ ഒരു പ്രവൃത്തി കഠിനമായിട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ്, വളരെ അധികം കട്ടികൂടി അല്ലെങ്കിൽ ശക്തിയോടെയുള്ള എഫോർട്ട് പ്രവർത്തിച്ചിട്ടും, ദ മാൻ കുഡ് നോട്ട് ഗെറ്റ് അപ്പ്, ആ മനുഷ്യന് എഴുന്നേൽക്കുവാനായിട്ട് സാധിച്ചില്ല. ഇംപേഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്, എന്താണ് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത്? ഇംപേഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തുക. എന്താണ്? അദ്ദേഹത്തിന്റെ എനോർമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമാകാരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഭാരം കൂടിയ ആ വിങ്ങുകൾ എന്ന് വെച്ചാൽ എന്താണ്? ചിറകുകൾ. അദ്ദേഹത്തിന് എഴുന്നേൽക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയത് ആ ചിറകുകളായിരുന്നു. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, ആ കാഴ്ച കണ്ട് പെലായോ റാൺ ടു ഗെറ്റ് എലിസെൻഡ. പെലായോ എന്തു ചെയ്തു? ഓടിപ്പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? എലസണ്ടയെ വിളിക്കുവാനായിട്ട്. എലസണ്ട ആരാണ്? ഹിസ് വൈഫ്. ഷീ വാസ് പുട്ടിങ് കംപ്രസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എലസണ്ട എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഷീ വാസ് പുട്ടിങ്, അവൾ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ കുട്ടികൾക്ക് ശ്വാസം വിടുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ രോഗം വന്നു കഴിയുമ്പോൾ ഈ വേദന ഒക്കെ ഒന്ന് മാറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ശരീരത്തിൽ പിടിച്ച് ഞെക്കും തിരുമ്പും ഒക്കെ ചെയ്യുമല്ലോ.
അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞെക്കുകയും തിരുമുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തുണി കൊണ്ട് അവള് എന്നെ തുണി പോലെയുള്ള ഒരു സാധനം. ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ വേറെ എന്താ പറയുന്നത്, ഈ ചൂട് നിൽക്കുന്ന സൈസുള്ള ഒറകളോ അല്ലെങ്കിൽ കുഷിന ഇങ്ങനെയുള്ള സുഷീൻസോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം കൊണ്ട് അവള് അവളുടെ കുഞ്ഞിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു? പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, ഞെക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞിന് ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് ഈ പെലായോ ഈ കാഴ്ച കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചത്. ഇനി നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. വൈൽ വി റീഡ്, അതായത് നമ്മൾ ഇത് വായിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് 2 ചോദ്യം തന്നിട്ടുണ്ട്. വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ആ പെലായോയെ ഓൾഡ് മാൻ, ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ഭയം പെലോയയിൽ ഉണ്ടാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ പെലായോ കെയിം ബാക്ക് ടു ഹിസ് ഹോം, പെലായ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ, തിരികെ വന്നപ്പോൾ ടു ഹിസ് ഹോം, അവന്റെ വീട്ടിലേക്ക്, ഹി സോ ആൻ ഓൾഡ് മാൻ, അദ്ദേഹം ഒരു വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ കണ്ടു. ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്, അദ്ദേഹം ചെളിയിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് കമിഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ദ മാൻ ഹാഡ് ആൻ എനോർമസ് വിങ്സ്, ആ മനുഷ്യന് വളരെയധികം ഭാരമുള്ള അല്ലെങ്കിൽ ഭീമാകാരമായ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വിങ്ങുകൾ, ചിറകുകൾ ഉണ്ടായിരുന്നു. ഹി വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റെയർ ഓഫ് ദ കൺട്രി യാർഡ്, ആ മനുഷ്യൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം മൂവ് ചെയ്യുകയായിരുന്നു. ഗ്രോണിങ്, അദ്ദേഹം പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നിരങ്ങിക്കൊണ്ട് ഒച്ചയും ബഹളവും ഒക്കെ വെച്ചുകൊണ്ട് ഗ്രോൺ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് നിരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ദ റെയർ ഓഫ് ദ കൺട്രി യാർഡ്, അതായത് പിറകുവശത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിറ്റത്തിന്റെ പിറകുവശത്ത് അല്ലെങ്കിൽ പിറകുവശത്തെ മിറ്റത്ത്. ദിസ് സൈറ്റ് ഫ്രൈറ്റൻ പെലയോ, ഈ കാഴ്ചയാണ് എന്ത് പറ്റിയത്? പെലോയയെ ഭയപ്പെടുത്തിയത്. രണ്ടാമത്തെ ചോദ്യം, വൈ വാസ് ദ ഓൾഡ് മാൻ അൺഏബിൾ ടു ഗെറ്റ് അപ്പ്, എന്തുകൊണ്ടാണ് ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന് എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ദ ഓൾഡ് മാൻ, ആ വാർദ്ധക്യത്തിലെ മാൻ, വാസ് അൺഏബിൾ ടു ഗെറ്റ് അപ്പ്, അദ്ദേഹത്തിന് എഴുന്നേൽക്കുവാൻ സാധിച്ചില്ല. ബിക്കോസ്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹിസ് എനോർമസ് വിങ്, അദ്ദേഹത്തിന്റെ അതിഭീകരമായ ആ അല്ലെങ്കിൽ വളരെ വലിപ്പമുള്ള വിങ്, ചിറകുകൾ കൊണ്ടാണ്. ഇൻസ്റ്റെഡ് ഓഫ് എയ്ഡിങ് ഹിം ദ വിങ്സ്, സാധാരണ വിങ്സ് പറക്കുവാനും മറ്റും സഹായിക്കുന്നതാണ്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് എയ്ഡിങ് ഹിം ദ വിങ്സ് വെയ്ഡ് ഹിം ഡൗൺ, എന്താണ്? ആ വിങ്ങുകൾ അല്ലെങ്കിൽ ആ ചിറകുകൾ അവനെ എഴുന്നേൽക്കുന്നതിനും പറക്കുന്നതിനും സഹായിക്കുന്നതിനും പകരമായിട്ട് അവനെ താഴേക്ക് താത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കാത്തത്? പറക്കുവാനായിട്ട് സാധിക്കാത്തത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ ആൻസേഴ്സും മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.